ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ. ഒരു പരമ്പരാഗത കേരളീയ ഭക്ഷണമാണ് ഈ വട്ടയപ്പം. ഇത് സാധാരണയായി ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിലും ആഘോഷങ്ങളിലും തയ്യാറാക്കുന്ന ഒരു സ്റ്റീംഡ് റൈസ്ഡ് കേക്കാണ് കേട്ടോ. ഇതൊരു മൃദുവും സ്പോഞ്ചിയുമായ തേങ്ങയുടെ മധുരസുഗന്ധം നിറഞ്ഞൊരു കേരളീയ പരമ്പരാഗത ഭക്ഷണമാണ് വട്ടയപ്പം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്കിനി പച്ചരി നന്നായി കഴുകിയെടുക്കാം. ഞാനിവിടെ പച്ചരി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വട്ടയപ്പത്തിൽ ചേർക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് തേങ്ങയാണ്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണത് അവലാണ്. ചോറിന് പകരമാണ് ഞാൻ അവലെടുത്തിരിക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ അവൽ ഞാൻ എടുത്തിട്ടുണ്ട്. അവലിൽ കുറച്ച് വെള്ളം ചേർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് പൊളിക്കാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഈസ്റ്റ് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് ചൂടുവെള്ളം ഒഴിച്ച് ഇതിലേക്ക് കൊടുക്കാം. ഇനി ഇത് തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം അധികം ചൂട് പാടില്ല കേട്ടോ, ചെറിയ ചൂടേ പാടുള്ളൂ. വേറൊരു ബൗളിൽ ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയും 1/2 ടീസ്പൂണോളം ജീരകമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ജീരകമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ശേഷം അവൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കയും ചെറുജീരകവും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെയാണ് വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് അരി ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുന്നേ ചെയ്ത് വെക്കുന്നത്. ലാസ്റ്റ് ഇതിലേക്ക് ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ ചെയ്തത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ജാറിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായി അരച്ചിട്ട് വരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ മാവ് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാകും. ഇനി മാവെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മാവിൽ ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തെ ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു 12 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 5:30 മണിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 മണിക്കൂറോളം ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നന്നായി പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കാഷ്യൂനട്ട് ആൻഡ് കിസ്മിസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് കോരിയെടുക്കാം. അതിനുശേഷം നമുക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ വറുത്ത് വെച്ച കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവയിൽ നിന്നും കുറച്ച് നമുക്ക് ഈ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 തട്ടുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒന്നിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റീമർ വെക്കുക. അതിന് മുകളിൽ ഇങ്ങനെ പാത്രത്തിൽ മാവ് ഒഴിച്ച് കൊടുക്കാം.
അതൊന്ന് ജസ്റ്റ് ആവി കയറിയതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഇങ്ങനെ കാഷ്യൂനട്ടും കിസ്മിസും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചപ്പോൾ ഞാൻ വെച്ച് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് മാവ് പൊന്തുമ്പോൾ അത് താന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ഇങ്ങനെ ഒന്ന് ആവി കയറിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ വട്ടയപ്പം അങ്ങനെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന വട്ടയപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്സായിട്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പെരുന്നാൾ വിശേഷങ്ങൾ ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വട്ടയപ്പം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ആര് വന്നിരിക്കുന്ന കണ്ടോ, ആര് പോലെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ്നെസ് കണ്ടോ. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ.